റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയാൽ അറസ്റ്റിലായിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ്. നെടുങ്കണ്ടം സ്വദേശി മനുവാണ് അറസ്റ്റിലായത്. മുളന്തുരുത്തിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ചങ്ങനാശ്ശേരിയിലെ പലചരക്ക് കടയിൽ നിന്നും സപ്ലൈകോ ഉദ്യോഗസ്ഥൻ ചമഞ്ഞാണ് 2.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇയാൾ തട്ടിയത്. തട്ടിപ്പ് നാടകം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. സർക്കാർ ഉദ്യോഗസ്ഥനായി ചമഞ്ഞ് നെടുങ്കണ്ടം സ്വദേശിയായ മനു വരുന്നു. മൊബൈൽ ഫോണൊക്കെ വാങ്ങി 2.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണൊക്കെ വാങ്ങി ഒരു ചെക്കും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. ചെക്ക് പിന്നീട് വ്യാജമാണെന്ന് കണ്ടെത്തി. കഴുത്തിൽ കിടക്കുന്നത് സർക്കാരിൻ്റെ ടാഗാണ് എന്ന് പാവം ആ മൊബൈൽ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. അവർ വിശ്വസിച്ചു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് മനുവിൻ്റെ സ്ഥിരം നമ്പറാണ്. ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ ജെന്റിൽമാനായിട്ട് വരിക, മൊബൈൽ ഫോൺ കടയിൽ കയറുക, സാധനങ്ങൾ തട്ടിക്കുക, വ്യാജ ചെക്ക് കൊടുക്കുക, അവിടെ നിന്ന് മടങ്ങുക. ഇതാണ് നെടുങ്കണ്ടം മനു എന്ന തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ പുള്ളി. കണ്ടാവല്ലോ പറയൂ. നമുക്കിപ്പം അഖിലുണ്ട്. അഖിൽ, ഇത് വല്ലാത്ത വിചിത്രമായ സംഭവമായി പോയി. സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് മൊബൈൽ കടയിൽ വന്ന് 2.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുക. സപ്ലൈകോ ഉദ്യോഗസ്ഥരെന്നാണ് ആ ടാഗിൽ ഉണ്ടായിരുന്നത് അല്ലേ? പാവം ഈ മൊബൈൽ ഫോൺ കടക്കാരത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടാവും. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ ആളുടെ പണം കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. മുഖമൊക്കെ വളരെ വ്യക്തവുമാണ് അല്ലേ? എന്തായാലും വല്ലാത്ത ധൈര്യം വേണം അല്ലേ അഖിൽ? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, തീർച്ചയായും. കാരണം ഇത് മറ്റൊരു കേസാണ്. അതായത് ഈ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പലചരക്ക് കടയിൽ നിന്നും 2 ലക്ഷം രൂപ തട്ടിച്ച കേസിലാണ്. ഈ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞുകൊണ്ട് കറുകച്ചാലിൽ ഒരു മൊബൈൽ ഷോപ്പിലെത്തി അവിടെ നിന്നും ഈ വില കൂടിയ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ വാങ്ങിക്കൊണ്ട് ഈ വ്യാജ ചെക്ക് കൊടുത്ത് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണെന്നുള്ളതാണ്. അത്തരത്തിൽ പല സ്ഥലങ്ങളിൽ ഇയാൾക്ക്, അതായത് ഈ ചങ്ങനാശ്ശേരിയിൽ തട്ടിപ്പ് നടത്തി അതേ ദിവസം തന്നെ അതിനുശേഷം അയാൾ നേരെ പോയത് തിരുവല്ലയിലേക്കാണ്. തിരുവല്ലയിലെത്തി അവിടെയുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിലെത്തുകയും അവിടെ വെച്ച് ഈ ഫർണിച്ചർ ഷോപ്പിൽ വെച്ച് 1.5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ സാധനങ്ങൾ ഇതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇന്ന സ്ഥലത്തേക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങി അവിടെയും ചെക്ക് കൊടുത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഈ നിരവധി കേസുകൾ കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കേസുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇയാൾക്കെതിരെ രംഗത്ത് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അരുൺകുമാർ, ഇയാൾ ഈ ഒരു തട്ടിപ്പൊക്കെ നടത്തി ഒരു പരാതി സ്റ്റേഷനിൽ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതിനിടയിൽ ഇയാൾ ഈ മുളന്തുരുത്തിയിൽ ഒരു ഇൻകം ടാക്സ് ഓഫീസറായി ചമഞ്ഞുകൊണ്ട് അവിടെ ഒരു ആളുകളിലൊക്കെ ഓട്ടോക്കാരുമായൊക്കെ തന്നെ എല്ലാ ആളുകളുമായി ഒരു സൗഹൃദമൊക്കെ വ്യാപിച്ച് അടുത്ത തട്ടിപ്പിനുള്ള കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പോലീസ് പിടികൂടുന്നത് എന്നുള്ളതാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാരിന്റെ ടാഗ്, അതായത് കൃത്യമായി തന്നെ ഇന്ന ഒരു വകുപ്പിൽ വരുമ്പോൾ ആ വകുപ്പിന്റെ ഒരു ടാഗും ഇയാളുടെ കഴുത്തിലുണ്ടാകും. ഇയാൾ വരുന്ന വാഹനത്തിൽ ഈ സർക്കാർ സ്ഥാപനത്തിന്റെ സ്റ്റിക്കറുകളൊക്കെ പതിച്ചിട്ടുള്ള ഒരു വാഹനത്തിലാണ് ഇയാൾ എത്തുന്നതാണ് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും ഈ സാധാരണക്കാരായ കടക്കാരായിരിക്കും ഇവരത് വിശ്വസിച്ചു പോകുന്ന. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വരുന്നു, അദ്ദേഹം ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ചങ്ങനാശ്ശേരിയിലെ തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ കുടുംബശ്രീയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അരിയും അതുപോലെ തന്നെ പഞ്ചസാരയുമാണ് കൊണ്ടുവരുന്നത്. ഏകദേശം 20 ചാക്കോളം വരുന്ന അരിയും അതിന് തത്തുല്യമായ ഒരു പഞ്ചസാരയും ഒക്കെയാണ് വാങ്ങിക്കൊണ്ടുവരുന്നത്. ഇത് ഈ കുടുംബശ്രീയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടെന്നാണ് ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഈ ഉടമയ്ക്ക് ചെക്ക് ലഭിച്ചപ്പോൾ ഈ ഉടമ സത്യത്തിൽ ഈ ചെക്കൊന്നും വായിച്ചു നോക്കിയൊന്നും ചെയ്യില്ല. കാരണം സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ എന്ന് കരുതി. അതിനുശേഷം ഒരു 3 ദിവസം കഴിഞ്ഞാണ് ബാങ്കിൽ കൊണ്ടുപോയി പണം മാറാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് വ്യാജ ചെക്കാണെന്നും തട്ടിപ്പിന് ഇരയായി എന്നും ഉടമ മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ കോട്ടയത്ത് പല സ്ഥലങ്ങളിലും ഇയാൾ സർക്കാർ ഉദ്യോഗസ്ഥനായി ചെന്നുകൊണ്ട് തട്ടിപ്പ് നടത്തി ആളുകളെയൊക്കെ പറ്റിച്ച് മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ തട്ടിപ്പ് നടത്താൻ എന്തായാലും പ്രതിയെ പോലീസ് സമ്മതിച്ചില്ല, കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും വിശദമായൊക്കെ ചോദ്യം ചെയ്തു വരുമ്പോൾ ഇയാളുടെ ബാക്കി തട്ടിപ്പും കൂടുതൽ വിവരങ്ങളും ഒക്കെ തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുറെ കാലമായിട്ട് ജീവിച്ചത് ഈ തട്ടിപ്പിലൂടെ തന്നെ ആയിരുന്നിരിക്കണം അല്ലേ? 2 ലക്ഷം രൂപയുടെ സപ്ലൈകോ, ഏകദേശം ഒരു 1.5 വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ എത്തി കാണും. പിന്നെ മൊബൈൽ ഫോൺ, അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധനം, പിന്നെ ഫർണിച്ചർ കടയിൽ പോയി സാധനം, കിടക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം കൂടി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മൊത്തത്തിൽ. തീർച്ചയായും ലക്ഷങ്ങളുടെ തട്ടിപ്പ്, അത് കൃത്യമായ ഒരു കണക്കിലേക്ക് ഇവർക്ക് എത്താം. കാരണം ഒരുപാട് ഇനി പരാതികളൊക്കെ തന്നെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് എത്ര ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് അവസാനം ഒരു കുറച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും പോലീസിന് വ്യക്തത വരുത്താൻ കഴിയുക. നിലവിൽ എന്നാൽ ഇപ്പോൾ ഈ കുറച്ച് 2 ലക്ഷം രൂപയും അതുപോലെ തന്നെ തിരുവല്ലയിലെ ഒരു കേസുമാണ് ചങ്ങനാശ്ശേരി പോലീസ് നടന്നത്. പിന്നെ ഈ കറുകച്ചാലിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും തട്ടിയ പൈസ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മറച്ചു വിൽക്കുകയാണ് ചെയ്യുന്നതാണ് ഏറ്റവും മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്. ഈ അരിയും പഞ്ചസാരയും ഒക്കെ വാങ്ങിയാൽ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മറച്ചു വിൽക്കുന്നു, അത് ക്യാഷ് ആക്കുന്നു എന്നുള്ളതാണ് ഒരു തട്ടിപ്പ്
തട്ടിപ്പ് വീരനായി ഇങ്ങനെ തുടരാമെന്ന് ഒരുപക്ഷെ കരുതി കാണും. അതായത് ഒരു തട്ടിപ്പ് നടത്തി അടുത്ത സ്ഥലത്തേക്ക് ഒന്നും അവിടെ വീണ്ടും തട്ടിപ്പ് നടത്തുന്നു, അതും ഒക്കെ ഈ സർക്കാർ ജീവനക്കാരെ. അതൊരു പുതിയ രീതിയാണ്. എന്തായാലും അത് ആളുകളൊക്കെ ഒന്ന് കരുതിയിരിക്കണം. തങ്ങളിലേക്കൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ഒറിജിനലാണോ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ചെക്കൊക്കെ തരുമ്പോൾ വാങ്ങാതെ കൃത്യമായി ക്യാഷ് വാങ്ങി ഒക്കെ തന്നെ സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ള. എന്ത് സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു വന്നാലും നമ്മുടെ കാര്യം അല്ലെങ്കിൽ സ്വന്തം കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു കേസ് നമ്മൾ പറയേണ്ടി വരുന്നത്. ഏത് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ക്യാഷ് തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ചെക്ക് തന്നിട്ട് പോകാനാണെങ്കിൽ വേണ്ട മനുവിന്റെ സംഭവം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളത് കടക്കാൻ ഓർമ്മിക്കണം എന്നുള്ളതാണ്. അതിലൊരു പ്രേക്ഷകന്റെ മെസ്സേജ്, നല്ല ആരോഗ്യം, നല്ല ലുക്ക്, അരുൺ ചേട്ടാ പിന്നെ എന്തിനാ ഈ പണി കാണിക്കുന്നതെന്ന് ശ്രീരാജ് ചോദിക്കുന്നുണ്ട് കേട്ടോ, കോഴിക്കോട് നിന്ന്. അല്ലേ, കണ്ടാൽ തന്നെ മാന്യമായിട്ട് വസ്ത്രമൊക്കെ ധരിക്കുക, കഴുത്തിലൊരു സിവിൽ സപ്ലൈ ഉദ്യോഗസ്ഥനാണെന്ന് തടഞ്ഞു വരിക. വലിയ തട്ടിപ്പ് നടത്താനാണ് അത്രേ ഈ ചങ്ങാതി പ്ലാൻ ചെയ്തത് എന്നാണ് പറയുന്നത്. ജീവിതം കുശാലാണ്. ഒന്ന് ആലോചിക്കുക, ഫോൺ ചെയ്യാൻ മൊബൈൽ ഫോൺ, നേരെ കടയിൽ പോവുക, സർക്കാർ ഉദ്യോഗസ്ഥനെ ടാഗ് ഇടുക, 2 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാജ ചെക്ക് കൊടുക്കുക, അവിടുന്ന് മൊബൈൽ ഫോൺ കൊണ്ടുപോവുക, സിവിൽ സപ്ലൈ ചെല്ലുക, അരിയും പഞ്ചസാരയും വാങ്ങുക, സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറയുക, വ്യാജ ചെക്ക് കൊടുക്കുക, ഫർണിച്ചർ കടയിൽ പോവുക, സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറയുക, വ്യാജ ചെക്ക് കൊടുക്കുക. ജീവിതം കുശാൽ. ഒന്ന് ആലോചിക്കുക. അങ്ങനെ പലനാൾ തട്ടിപ്പിൽ ഒരു നാൾ പിടിയിലായിരിക്കും എന്നുള്ളതാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. മനുവിനെയാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ തട്ടിപ്പുകളുടെ വലിയ പരമ്പര ഇനി പുറകെ വരാനുണ്ടാവും ഒരുപക്ഷെ.